നമസ്കാരം KCB വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. പുതുക്കാട് സിഗ്നലിൽ ഡോക്ടറുടെ കാറിടിച്ച് ബൈക്ക് യാത്രക്കാരായ ദമ്പതികൾക്ക് പരിക്ക്. ആളൂർ സെന്റ് ജോസഫ് EMHS സ്കൂളിന്റെ 61ാം വാർഷികവും യാത്രയയപ്പ് സമ്മേളനവും നടത്തി. കേരള മഹിളാ സംഘം ഉറുമ്പൻകുന്ന് യൂണിറ്റ് രൂപീകരിച്ചു. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് ജീവനം പദ്ധതിയുടെ ഭാഗമായി പാലിയേറ്റീവ് രോഗികളുടെ സംഗമം ഒരുക്കി. കൊരൈച്ചാൽ ശ്രീ ദുർഗ സ്വയംഭൂ കിരാതപാർവതി ക്ഷേത്രത്തിലെ തൃക്കാർത്തിക മഹോത്സവത്തിന്റെ ഭാഗമായി മഹോത്സവത്തിൽ പങ്കെടുക്കുന്ന വിവിധ ദേശങ്ങളിൽ കൊടിയേറ്റം നടത്തി. വിശദമായ വാർത്തകളിലേക്ക്. പുതുക്കാട് സിഗ്നലിൽ ഡോക്ടറുടെ കാറിടിച്ച് ബൈക്ക് യാത്രക്കാരായ ദമ്പതികൾക്ക് പരിക്ക്. മൂവാറ്റുപുഴ സ്വദേശികളായ പരപ്പിള്ളിൽ വീട്ടിൽ ഗണേഷ്, ഭാര്യ ചിത്ര എന്നിവർക്കാണ് പരിക്ക്. ശനിയാഴ്ച രാവിലെ 6:30യോടെയായിരുന്നു അപകടം. കാലിന് ഗുരുതരമായി പരിക്കേറ്റ ചിത്രയെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്കും മാറ്റി. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. സിഗ്നലിൽ മഞ്ഞ പ്രകാശിച്ചതിനെ തുടർന്ന് നിർത്താനൊരുങ്ങിയ ബൈക്കിന് പിറകിൽ കാർ വന്നിടിക്കുകയായിരുന്നു. അപകടത്തിൽ 30 മീറ്ററോളം ബൈക്ക് തെറിച്ചുപോയി. കണ്ണൂരിലെ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന കൊല്ലം സ്വദേശിയായ ഡോക്ടറാണ് കാർ ഓടിച്ചിരുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് പോയിരുന്ന ദമ്പതികൾക്കാണ് പരിക്ക്. നാട്ടുകാർ ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചു. പുതുക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ആളൂർ സെന്റ് ജോസഫ് EMHS സ്കൂളിന്റെ 61ാം വാർഷികവും യാത്രയയപ്പ് സമ്മേളനവും നടത്തി. ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം നിർവഹിച്ചു. പാവനാത്മക പ്രൊവിൻഷ്യൽ സിസ്റ്റർ ഡോക്ടർ ട്രീസ ജോസഫ് CHF അധ്യക്ഷയായി. ആളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോ മുഖ്യപ്രഭാഷണം നടത്തി. ആളൂർ സെന്റ് ജോസഫ് ദേവാലയ വികാരി ഫാദർ ജോയ് കടമ്പാട്ട് അനുഗ്രഹ പ്രഭാഷണം നടത്തി. ആളൂർ സെന്റ് ജോസഫ് EMHSS മാനേജർ സിസ്റ്റർ മരിയ ആന്റണി CHF, പ്രിൻസിപ്പൽ സിസ്റ്റർ ഡോക്ടർ ആശ തെരേസ CHF, ഹെഡ്മിസ്റ്റർ സിസ്റ്റർ ജ്യോതി CHF, PTWA പ്രസിഡന്റ് സുധിൻ അശോക് തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. വീടുകളിലെ കുട്ടികൾക്ക് വളരെ ശ്ലാഘനീയമായ വിധത്തിൽ പ്രദാനം ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഈ വിദ്യാലയത്തിൽ 61ാമത് വാർഷികാഘോഷ വേളയിൽ വരാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഞാൻ ആദ്യമായിട്ട് രേഖപ്പെടുത്തുകയാണ്. 61ാമത് വാർഷികാഘോഷം നിങ്ങളെ ഏവരെയും പ്രതിനിധീകരിച്ച് ഉദ്ഘാടനം ചെയ്തതായിട്ട് സസ്നേഹം അറിയിക്കുന്നു. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് 2023-24 സാമ്പത്തിക വർഷത്തെ വയോജന സർഗ സംഗമം സംഘടിപ്പിച്ചു. പുതുക്കാട് MLA KK രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ഷാന്റോ കൈത്താരത്ത്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നിജിൽ VS എന്നിവർ സംസാരിച്ചു. വിവിധ വാർഡ് മെമ്പർമാർ, വയോജന കമ്മിറ്റി ഭാരവാഹികൾ, ആശാ വർക്കർമാർ, അംഗനവാടി ടീച്ചർമാർ എന്നിവർ പങ്കെടുത്തു. ജനുവരി 2 മുതൽ 6 വരെ നീണ്ടുനിൽക്കുന്ന വയോജന ക്ഷേമ പ്രവർത്തനങ്ങൾ വിഭാവനം ചെയ്തിട്ടുണ്ട്. കൈക്കൂലി വാങ്ങുന്നതിനിടെ വില്ലേജ് ഓഫീസറെ വിജിലൻസ് സംഘം പിടികൂടി. മാടക്കത്ര വില്ലേജ് ഓഫീസർ കൊടകര സ്വദേശി പോളി ജോർജാണ് പിടിയിലായത്. പരാതിക്കാരന് വിവരാവകാശ രേഖകൾ അനുവദിക്കുന്നതിനായി 3000 രൂപ വില്ലേജ് ഓഫീസർ കൈക്കൂലിയായി ആവശ്യപ്പെട്ടു. ഈ വിവരം പരാതിക്കാരൻ തൃശൂർ വിജിലൻസ് DYSP ജിം പോളിനെ അറിയിച്ചു. വിജിലൻസ് കൊടുത്തുവിട്ട ഫിനോഫ്തലിൻ പുരട്ടിയ നോട്ടുകൾ പരാതിക്കാരൻ വില്ലേജ് ഓഫീസർക്ക് കൈമാറുന്നതിനിടെ വിജിലൻസ് സംഘം കൈയോടെ പിടികൂടുകയായിരുന്നു. വിജിലൻസ് DYSP ജിം പോളിന്റെ നേതൃത്വത്തിൽ ഇൻസ്പെക്ടർ ജയേഷ് ബാലൻ, SI മാരായ ബൈജു, കമൽദാസ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ അരുൺ,
സൈജു സോമൻ, വിബീഷ്, ഗണേഷ്, സുധീഷ്, രഞ്ജിത്ത്, സിബിൻ, രതീഷ് എന്നിവർ ചേർന്നാണ് വില്ലേജ് ഓഫീസറെ പിടികൂടിയത്. കേരള മഹിളാ സംഘം ഉറുമ്പൻകുന്ന് യൂണിറ്റ് രൂപീകരിച്ചു. കേരള മഹിളാ സംഘം ജില്ലാ കമ്മിറ്റി അംഗം ഉഷ പരമേശ്വരൻ ഉദ്ഘാടനം ചെയ്തു. ചാലക്കുടി മണ്ഡലം സെക്രട്ടറി ബിജി സദാനന്ദൻ, സിപിഐ ചാലക്കുടി ലോക്കൽ സെക്രട്ടറി അനിൽ കദളിക്കാടൻ, കേരള മഹിളാ സംഘം ചാലക്കുടി മുനിസിപ്പൽ സെക്രട്ടറി ബീന ഡേവിസ് എന്നിവർ യോഗത്തെ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. സിപിഐ ലോക്കൽ കമ്മിറ്റി അംഗം കൃഷ്ണൻ, ബ്രാഞ്ച് സെക്രട്ടറി പ്രത്യുഷ് ബി, ബിനീഷ്, കെ മോഹനൻ എന്നിവർ നേതൃത്വം നൽകി. ഭാരവാഹികളായി ബിമ അരുൺ സെക്രട്ടറി, തുളസി രതീഷ് പ്രസിഡന്റ്, രാജി സുരേഷ് ഗജാൻജി, വൈസ് പ്രസിഡന്റ് ആതിര ബിനേഷ്, ജോയിന്റ് സെക്രട്ടറി ഷീജ സുരേഷ് എന്നിവരെ തിരഞ്ഞെടുത്തു. കുട്ടികളെപ്പോലും കെടിയിൽ വീഴ്ത്തുന്ന ലഹരി മാഫിയ സംഘത്തെ ഉറുമ്പൻകുന്നിൽ നിന്ന് തുടച്ചു നീക്കാൻ സത്വര നടപടി സ്വീകരിക്കണമെന്ന് കേരള മഹിളാ സംഘം ഉറുമ്പൻകുന്ന് യൂണിറ്റ് പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് ജീവനം പദ്ധതിയുടെ ഭാഗമായി പാലിയേറ്റീവ് രോഗികളുടെ സംഗമം ഒരുക്കി. ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലളിത ബാലൻ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ.കെ. അനൂപ് അധ്യക്ഷനായി. പി.ടി. കിഷോർ, കാർത്തിക ജയൻ, എൻ.എം. പുഷ്പാകരൻ, കെ.സി. പ്രദീപ്, എം.കെ. ശൈലജ ടീച്ചർ എന്നിവർ സംസാരിച്ചു. വിവിധ കലാപരിപാടികളും രോഗികൾക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു. കൊരേച്ചാൽ ശ്രീ ദുർഗ സ്വയംഭൂ കിരാത പാർവതി ക്ഷേത്രത്തിലെ തൃക്കാർത്തിക മഹോത്സവത്തിന്റെ ഭാഗമായി മഹോത്സവത്തിൽ പങ്കെടുക്കുന്ന ദേശങ്ങളിൽ കൊടിയേറ്റം നടത്തി. കൊരേച്ചാൽ സെന്റർ സെറ്റ്, കൊരേച്ചാൽ സെറ്റ്, തെക്കുമുറി ദേശം, ചിറദേശം, ചെട്ടിച്ചാൽ ദേശം, കോടാലി ആൽത്തറ ദേശം, ഉദയദേശം, നവദേശം എന്നീ സെറ്റുകളിൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കൊടിയേറി. ജനുവരി 10-നാണ് തൃക്കാർത്തിക മഹോത്സവം. അതിരപ്പള്ളി ഗ്രാമപഞ്ചായത്തിനെ സമ്പൂർണ്ണ ക്ഷയരോഗ വിമുക്ത പഞ്ചായത്താക്കുന്നതിന്റെ ഭാഗമായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൌമിനി മണിലാലിന്റെ അധ്യക്ഷതയിൽ ജില്ലാ ടി.ബി ഓഫീസറിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്തിൽ അവലോകന യോഗം ചേർന്നു. ഡോക്ടർ പ്രശാന്ത് മാത്യു സ്വാഗതം ആശംസിച്ചു. പഞ്ചായത്തുതല പ്രവർത്തന റിപ്പോർട്ട് രഞ്ജിത്ത് ഗോപിനാഥ് അവതരിപ്പിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ധനലക്ഷ്മി, വാർഡ് മെമ്പർമാരായ റിജേഷ് കെ, കൃഷ്ണൻ സി, ജയചന്ദ്രൻ കെ.എം, സനീഷ ഷെമി, താലൂക്ക് ടി.ബി ഇൻചാർജ് ഡോക്ടർ അരുൺ മിത്ര, ബ്ലോക്ക് നോഡൽ ഓഫീസർ ഡോക്ടർ സ്മിത എന്നിവർ സംസാരിച്ചു. ജില്ലയിൽ ഏറ്റവും കൂടുതൽ ആദിവാസി വിഭാഗങ്ങളുള്ള പഞ്ചായത്തിൽ കഴിഞ്ഞ 3 വർഷമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ക്ഷയരോഗ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ വിലയിരുത്തി. വെറ്റിലപ്പാറ കുടുംബാരോഗ്യ കേന്ദ്രം 2024-ൽ മാത്രം 1130 പരിശോധനകൾ നടത്തി. ഇത് ജില്ലയിലെ ഉയർന്ന പരിശോധനാ നിരക്കാണ്. പഞ്ചായത്തിലെ മുഴുവൻ രോഗികൾക്കും സമ്പൂർണ്ണ പോഷകാഹാര കിറ്റ് നൽകുന്ന പദ്ധതിയായ നിക്ഷയ് മിത്ര മുഴുവൻ വാർഡുകളിലും രജിസ്റ്റർ ചെയ്യപ്പെട്ട ജില്ലയിലെ ഏക പഞ്ചായത്ത് അതിരപ്പള്ളിയാണെന്ന് ജില്ലാ ടി.ബി ഓഫീസർ അറിയിച്ചു. ഇന്നത്തെ സ്വർണ്ണവില സ്വർണം ഗ്രാമിന് 7215 രൂപ, പവന് 57,720 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണമാളിക. പ്രധാന വാർത്തകൾ വീണ്ടും. പുതുക്കാട് സിഗ്നലിൽ ഡോക്ടറുടെ കാറിടിച്ച് ബൈക്ക് യാത്രക്കാരായ ദമ്പതികൾക്ക് പരിക്ക്. ആളൂർ സെന്റ് ജോസഫ് EMHS സ്കൂളിന്റെ 61ാം വാർഷികവും യാത്രയയപ്പ് സമ്മേളനവും നടത്തി.
കേരള മഹിളാ സംഘം ഉറുമ്പൻകുന്ന് യൂണിറ്റ് രൂപീകരിച്ചു. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് ജീവനം പദ്ധതിയുടെ ഭാഗമായി പാലിയേറ്റീവ് രോഗികളുടെ സംഗമം ഒരുക്കി. കൊരൈച്ചാൽ ശ്രീ ദുർഗ സ്വയംഭൂ കിരാതപാർവതി ക്ഷേത്രത്തിലെ തൃക്കാർത്തിക മഹോത്സവത്തിന്റെ ഭാഗമായി മഹോത്സവത്തിൽ പങ്കെടുക്കുന്ന വിവിധ ദേശങ്ങളിൽ കൊടിയേറ്റം നടത്തി. ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.